പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5ലെ പേജ് നമ്പർ 110ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 40 ദാറ്റ് ലൈസ് ബിറ്റ്വീൻ 310 ആൻഡ് 410. 310നും 410നും ഇടയിൽ വരുന്ന 40യുടെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 40യുടെ മൾട്ടിപ്പിൾസ് 300 കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ഏതായിരിക്കും വരിക? 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30ക്ക് മുകളിൽ വരുന്നതെന്ന് നോക്കുക. എത്ര കൊണ്ട് ചെയ്താലാണ്? 8 4s are 32 അല്ലേ? 4 7s are 28. അതപ്പോൾ 300നെക്കാട്ടിൽ കുറവായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഈ 0 മാറ്റി നിർത്തിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 40 × 8 ചെയ്താൽ എന്ത് വരും? 8 4s are 32. എന്നിട്ട് 40യുടെ 0യും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 320 കിട്ടി. ഇനി 40 × 9. 9 4s are 36. എന്നിട്ട് 40യുടെ 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. പിന്നെന്താ? 40 × 10 ദാറ്റ് ഈസ് 400. ഇനി അടുത്തത് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 440 വരും. നമുക്ക് 410 വരെ ഉള്ളത് മതി അല്ലേ? അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം? ദസ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 40 ദാറ്റ് ലൈസ് ബിറ്റ്വീൻ എന്തൊക്കെയാണ്? 320, 360 ആൻഡ് 400. ഈ 3 നമ്പേഴ്സാണ് 310നും 410നും ബിറ്റ്വീൻ ആയിട്ട് വരിക. ഇനി അടുത്തത് ഹൂ ആം ഐ? ഐ ആം എ നമ്പർ ലെസ് ദാൻ 40. വൺ ഓഫ് മൈ ഫാക്ടർ ഈസ് 7. ദ സം ഓഫ് മൈ ഡിജിറ്റ്സ് ഈസ് 8. അതായത് ഐ ആം എ നമ്പർ ലെസ് ദാൻ 40. ഞാൻ 40യെക്കാട്ടിൽ കുറവായിട്ടുള്ള ഒരു നമ്പറാണ്. അതായത് 40ക്ക് താഴെ വരുന്ന നമ്പറാണ്. എൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 7 ആണ്. എൻ്റെ ഡിജിറ്റുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. അപ്പോൾ 2 ഡിജിറ്റ്സ് നമ്പറാണ്. ആ ഡിജിറ്റിൻ്റെ 2 ഡിജിറ്റ്സുകളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? 8 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫാക്ടർ 7 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ ഒരു ഫാക്ടർ 7 ആണെങ്കിൽ ആ 7നെ അടുത്ത നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40യെക്കാട്ടിൽ കുറവായിട്ട് വരുന്നത് ഏതാണ് എന്ന് നോക്കുക. അപ്പോൾ ആ കിട്ടുന്ന നമ്പറിൻ്റെ സം ആഡ് ചെയ്ത് എന്തായിരിക്കണം? 8 ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ഫാക്ടർ 7 ആണെങ്കിൽ അടുത്തത് നമുക്ക് 1 നോക്കിയാൽ 7 × 7 7 വരും. നമുക്ക് 2 ഡിജിറ്റ്സ് വന്നേലേ സം ആഡ് ചെയ്യുമ്പോൾ എന്താകത്തുള്ളൂ? 8 ആവത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ 1 ഡിജിറ്റ് സംസ് അതായത് ഡിജിറ്റ്സിനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഡിജിറ്റ്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഫാക്ടർ 7ഉം അടുത്തത് 2ഉം കൂടെ എടുത്താൽ 14നും 1ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടത്തില്ല. അടുത്തത് 7 × 3 21. 2ഉം 1ഉം കൂടെ ആഡ് ചെയ്താലും 8 കിട്ടത്തില്ല. 7 × 4 28. 8ഉം 2ഉം കൂടെ ആഡ് ചെയ്താലും നമുക്ക് 8 കിട്ടത്തില്ല. അടുത്തത് 7 × 5 35. 35ൽ 3ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 + 5 = 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടിയതാണ് 35 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ എന്തെഴുതാം? ഓൺലി 35 ഈസ് ദ നമ്പർ whose sum of digits is 8 as 3 + 5 = 8. Hence the number is 35. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐ ആം എ നമ്പർ ലെസ് ദാൻ 100. 2 of my factors are 3 and 5. One of my digits is 1 more than the other. അപ്പോൾ ഞാനിന്ന് പറയുന്ന നമ്പർ 100നെക്കാട്ടിൽ കുറവായിട്ടുള്ളൊരു നമ്പറാണ്. ആ നമ്പറിൻ്റെ 2 ഫാക്ടേഴ്സ് 3ഉം 5ഉമാണ്. 2 എണ്ണം 3ഉം 5ഉമാണ്. 1 of my digits is 1 more than the other. അടുത്ത ഡിജിറ്റിനെക്കാട്ടിൽ 1 കൂടുതലാണ് എൻ്റെ ഒരു ഡിജിറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡിജിറ്റ് 3 ആണെങ്കിൽ അടുത്ത ഡിജിറ്റ് 4 ആയിരിക്കും. ഒരു ഡിജിറ്റ് 4 ആണെങ്കിൽ അടുത്ത ഡിജിറ്റ് 5 ആയിരിക്കും. അതായത് ഒരു ഡിജിറ്റിനെക്കാട്ടിൽ 1 മോർ ദാൻ ആയിരിക്കും അടുത്ത ഡിജിറ്റ് വരുന്നത്. ഇങ്ങനെയുള്ള ഒരു നമ്പർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അത് 100നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അതിലെ ആ നമ്പറിൻ്റെ 2 ഫാക്ടേഴ്സ് 3ഉം 5ഉം ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫാക്ടേഴ്സ് നമ്മൾ
കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫാക്ടേഴ്സ് 3ഉം 5ഉം ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 3 × 5 നമുക്ക് 1 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 3s are 15. ഇവിടെ തിരിച്ചാണ് വരുന്നത് അല്ലേ? അതായത് 1നെക്കാട്ടിൽ 1 മോർ അല്ല 5 എന്ന് പറയുന്നത്. ഇനി 3 × 5 × 2 എടുത്താലോ നമുക്കിവിടെ 30 എന്ന് കിട്ടും. ഇതും പറ്റില്ല. അടുത്തത് 3 × 5 × 3 എടുത്താലോ 45 എന്ന് കിട്ടും. ഓക്കെ, 45 ചെയ്താൽ എന്താ വരുന്നത്? 4നെക്കാട്ടിൽ 1 മോർ ദാൻ ആണ് 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെടുക്കാം? 45 എടുക്കാം. ഓക്കെ, 100നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെഴുതാം? ഹിയർ 45 ഈസ് ദ ഓൺലി നമ്പർ ഹൂസ് 1 ഓഫ് ഡിജിറ്റ്സ് ഈസ് 1 മോർ ദാൻ ദി അതർ. അങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. ഞാൻ എഴുതുന്നില്ലേ, എഴുതിയാൽ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആവും. ഞാൻ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. ഹിയർ 45 ഈസ് ദ ഓൺലി നമ്പർ ഹൂസ് 1 ഓഫ് ദി ഡിജിറ്റ്സ് ഈസ് 1 മോർ ദാൻ ദി അതർ. ഓക്കെ, അതായത് 4ൻ്റെ കൂടെ 1 മോർ ആണ് 5 എന്ന് പറയുന്നത്. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. എ നമ്പർ ഫോർ വിച്ച് ദ സം ഓഫ് all its factors is equal to twice the number is called a perfect number. അപ്പോൾ ആദ്യം നമ്മളോട് ഇവിടെ പെർഫെക്റ്റ് നമ്പർ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പെർഫെക്റ്റ് നമ്പർ? എ നമ്പർ ഫോർ വിച്ച് ദ സം ഓഫ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഈസ് കോൾഡ് എ പെർഫെക്റ്റ് നമ്പർ. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ നോക്കിയാൽ ദ നമ്പർ 28 ഈസ് എ പെർഫെക്റ്റ് നമ്പർ. ഇറ്റ്സ് ഫാക്ടേഴ്സ് ആർ 1 2 4 7 14 ആൻഡ് 28. അപ്പോൾ നോക്കി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദർ സം ഈസ് 56 വിച്ച് ഈസ് ട്വൈസ് 28. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? 28 എടുത്തിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ഇത്രയുമാണ് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുക. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 56 ആണ്. 56 എന്ന് പറയുന്നത് എന്താണ്? ട്വൈസ് 28. അതായത് 2 × 28 ചെയ്യുന്നതാണ് 56. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൈസ് ദ നമ്പർ കിട്ടും. ഓക്കെ, ഫൈൻഡ് എ പെർഫെക്റ്റ് നമ്പർ ബിറ്റ്വീൻ 1 and 10. 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള പെർഫെക്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 3 ആണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. ഇനി 3യുടെ ഫാക്ടേഴ്സ് എടുത്താൽ അതും പറ്റില്ല. 1ഉം 3ഉമേ വരത്തുള്ളൂ അല്ലേ? 4ൻ്റെ ഫാക്ടേഴ്സ് എടുത്താലോ 1 2 4 ഇത്രയുമാണ് 4ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ 4 + 2 6 6 + 1 7. അപ്പോൾ ഇതും പറ്റില്ല. 4ൻ്റെ ട്വൈസ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അതും പറ്റില്ല. 5ൻ്റെ ഫാക്ടേഴ്സ് എടുത്താലും പറ്റില്ല. 5ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 5ഉം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് 5 + 1 6. ഇനി 6ൻ്റെ ഫാക്ടേഴ്സ് എടുത്താലോ? ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 1 × 6 = 6, 2 × 3 = 6. അടുത്തത് എന്ത് വരും? 3 × 2. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ വരുന്നത് കൊണ്ട് നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 2 3 6. ഇത്രയുമാണ് 6ൻ്റെ ഫാക്ടേഴ്സ്. ഇതിൻ്റെ സം എന്ത് വരും? 1 + 2 + 3 + 6 = 12 എന്ന് വരും അല്ലേ? 12 എന്ന് പറയുന്നത് എന്താണ്? ട്വൈസ് ദ നമ്പറാണ്. 2 × 6 ആണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സിൻ്റെ സം എടുത്തപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടി. അതെന്താണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്മളെടുത്ത നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം ആൻസറ്? There is only one number 6 between 1 to 10 which is a perfect number. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതും? ഫാക്ടേഴ്സ് ഓഫ് 6 ആർ 1 2 3 and 6 and their sum is 1 + 2 + 3 + 6 = 12 which is twice the number 6. ഓക്കെ, അടുത്ത 4th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 20 and
28. 20യുടെയും 28ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 20യുടെ ഫാക്ടേഴ്സും എഴുതണം, 28ൻ്റെ ഫാക്ടേഴ്സും എഴുതണം. അപ്പോൾ 20യുടെ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 1 × 20 = 20, 2 × 10 = 20. ഏതൊക്കെ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 20 കിട്ടുന്നതെന്ന് നോക്കുക. ഇനി 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 4 കൊണ്ട് പറ്റും അല്ലേ? 4 5s are 20. അടുത്തത് 5 4s are 20. അപ്പോൾ 4 5s എന്ന് പറഞ്ഞാലും 5 4s എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 20 = എന്തൊക്കെ വരും? 1 2 4 5 10 20. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ നമ്പേഴ്സും ഫാക്ടേഴ്സാണ്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതത്തില്ല കേട്ടോ. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 28. 28ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 × 28 = 28, 2 × 14 = 28. 3യിൽ വരുമോ? ഇല്ല. 4 × 7 = 28. ഇനി ഏത് വരും? 5ൽ വരില്ല, 6ൽ വരില്ല, പിന്നെ 7ലാണ് വരിക അല്ലേ? 7 × 4 28. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ എന്തൊക്കെയാണ്? 1 2 4 7 14 ആൻഡ് 28 ആർ ദി ഫാക്ടേഴ്സ് ഓഫ് 28. ഇതിൽ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? കോമൺ ഫാക്ടേഴ്സ് ഓഫ് 20 ആൻഡ് 28 ആർ ഏതൊക്കെയാണ്? 1 കോമൺ ആണ്, 2 കോമൺ ആണ്, 4 കോമൺ ആണ്. ഈ 3 എണ്ണേ ഉള്ളൂ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ 1 2 ആൻഡ് 4 ആർ ദി കോമൺ ഫാക്ടേഴ്സ്. ഇനി അടുത്തത് 35ൻ്റെതും 50യുടേതും. സെക്കൻഡ് വൺ. ആദ്യം ഫാക്ടേഴ്സ് ഓഫ് 35. 35ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? 1 × 35 = 35. ഈ ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത അപ്പോൾ എന്തായിരിക്കും? 3 വെച്ച് പറ്റുമോ? ഇല്ല. 4 വെച്ച് പറ്റില്ല. അടുത്തത് 5. 5 × 7 = 35. അപ്പോൾ 5 × 7ഉം 7 × 5ഉം സെയിം ആണ്. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 5 7 ആൻഡ് 35 ആർ ദി ഫാക്ടേഴ്സ്. അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 50. 50യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 × 50 അല്ലേ? 1 × 50. 2 കൊണ്ട് വരും. 2 × 25. 3 പറ്റില്ല, 4 പറ്റില്ല. 5 × 10 = 50. അടുത്തത് 10 × 5 വരും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? 1 2 5 10 25 50. അപ്പോൾ കോമൺ ഫാക്ടർ എന്തൊക്കെയുണ്ട്? 1 കോമൺ ആണ്, 5ഉം കോമൺ ആണ്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 35 ആൻഡ് 50 ആർ 1 ആൻഡ് 5. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കണം കേട്ടോ. ഇനി അടുത്തത് 4 8 ആൻഡ് 12. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 4 എന്ത് വരും? = 1 2 ആൻഡ് 4 ആർ ദി ഫാക്ടേഴ്സ് ഓഫ് 4. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 8. 8ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരിക? 1 × 8 = 8, 2 × 4 = 8. അടുത്തത് 4 × 2 വരും. അത് നമ്മൾ ഇവിടെ വരുന്നത് കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് അത് എഴുതത്തില്ല. അപ്പോൾ 1 2 4 ആൻഡ് 8. അടുത്ത 12ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 × 12 = 12, 2 × 6 = 12, 3 × 4 = 12. അടുത്തത് 4 × 3. അപ്പോൾ എന്തൊക്കെ വരും? 1 2 3 4 6 ആൻഡ് 12 ആർ ദി ഫാക്ടേഴ്സ്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ വന്നു? കോമൺ ഫാക്ടേഴ്സ് ഞാൻ CF എന്ന് എഴുതുക കേട്ടോ. കോമൺ ഫാക്ടേഴ്സ് ഓഫ് 4 8 ആൻഡ് 12 ആർ എന്തൊക്കെയാണ്? 3ലും കോമൺ ആയിട്ട് വരുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? 4ഉം 3ലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 1 2 ആൻഡ് 4. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫാക്ടേഴ്സ് ഓഫ് 5. 5ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 ആൻഡ് 5. അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 15. 15ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്?
1 ഇൻറ്റു 15 ഈസ് ഇക്വൽ ടു 15, 3 ഇൻറ്റു 5 ഈസ് ഇക്വൽ ടു 15. അടുത്തത് 5 ഇൻറ്റു 3 വരും. അപ്പോൾ ഒരേപോലെ വരുന്നത് കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. 1, 3, 5 ആൻഡ് 15 ആർ ദി ഫാക്ടേഴ്സ്. അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 25. എന്തൊക്കെ വരും? 1 ഇൻറ്റു 25, അടുത്തത് 5 ഇൻറ്റു 5. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1, 5 ആൻഡ് 25. 5 2 ടൈംസ് എഴുതത്തില്ല, ഒരു പ്രാവശ്യം മതി കേട്ടോ. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 5, 15 ആൻഡ് 25 ആർ എന്തൊക്കെയാണ്? 1 കോമൺ ആണ്, 5ഉം കോമൺ ആണ്. 5ഉം 3 എണ്ണത്തിലും ഉണ്ട് അല്ലേ? അപ്പോൾ 1 ആൻഡ് 5. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.